ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി അധിക സമയം നമ്മളുടെ കയ്യിലില്ല. 21 ദിവസമാണ് നമ്മൾ ക്രിസ്മസ് എക്സാമിലേക്കുള്ളത്. കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് 15-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 21 ദിവസം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. മിക്ക കുട്ടികളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ഒരു കമൻറ്റാണ്, മിസ് ഞങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ വേണം, ഞങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിലേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മിസ് പറഞ്ഞ പോലെ നമുക്ക് ആകെ 21 ദിവസമാണ് ക്രിസ്മസ് എക്സാമിലേക്ക് ബാക്കിയുള്ളത്. അപ്പോൾ 21 ദിവസം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സിലബസ് കംപ്ലീഷൻ ആൻഡ് കൺസെപ്റ്റ് ക്ലാരിറ്റി ആണ്. നിങ്ങളുടെ സിലബസ് കൃത്യസമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ടൈമിലെ ചാപ്റ്റേഴ്സ് മാത്രമല്ല, നമുക്ക് ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റേഴ്സ് കൂടി ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സൈലത്തിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് വീഡിയോസും ഉണ്ട്. അതേപോലെ തന്നെ വീഡിയോസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഷോർട്ട് വീഡിയോസും അതേപോലെ ഷോർട്സും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും, ലൈക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ കോൺസെപ്റ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ അത്യാവശ്യം നല്ലൊരു ഐഡിയ പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടും. സോ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വരാം. ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബ് വീഡിയോസ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളത് ഡയഗ്രംസ് ആണ് അല്ലേ. പ്രസന്റേഷൻ ഓഫ് ഡേറ്റ പ്ലസ് വൺ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡയഗ്രംസും കാര്യങ്ങളും നമുക്കിവിടെ വരയ്ക്കാനുണ്ട്. പ്ലസ് ടുവിലാണെങ്കിൽ ഫുൾ ഡയഗ്രംസ് ആണ് നമുക്കുള്ളത്. സോ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? ഇതൊക്കെ വരച്ച് കൃത്യമായിട്ട് നിങ്ങളൊരു നോട്ടിൽ അടിപൊളിയായിട്ട് വരച്ച് വെക്കുക. അതേപോലെ തന്നെ ഡെയിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്താൽ മാത്രമേ എക്സാം ഹോളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പ്രോബ്ലം നോക്കി പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് പോയിട്ട് അവിടെ ചെന്ന് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതൊരിക്കലും പറ്റില്ല. സോ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക. ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സൈറ്റിലും അതേപോലെ സൈലും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസി ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും ഇതൊക്കെ വായിച്ച് പഠിക്കേണ്ട വിഷയങ്ങളല്ല. എക്കണോമിക്സ് ആയാലും ഇപ്പോൾ പ്ലസ് വണ്ണിലാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, പ്ലസ് ടുവിലാണെങ്കിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പറയുകയാണെങ്കിൽ ഒരു 80-90% സിലബസ് നമ്മൾ ക്രിസ്മസ് എക്സാമിന് കവർ ആവുന്നുണ്ട്. അതിന് ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. സോ ഇത്രയധികം വലിയൊരു പോർഷനാണ് ഈ ഒരു സമയത്തേക്ക് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. കൃത്യമായി ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അതേപോലെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ഫുൾ എക്സാം, അതായത് ക്രിസ്മസ് എക്സാം ഒന്ന് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇപ്പോൾ സൈലത്തിൻ്റെ ഇവാ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോഡൽ ക്രിസ്മസ് എക്സാം ഒക്കെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്രിസ്മസ് എക്സാം ഒരു മോഡൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ ഇത്രയും മണിക്കൂറിനുള്ളിൽ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. സോ പ്രോബ്ലത്തിനും ഡയഗ്രത്തിനും ഇത്രയും മാർക്ക്, ഇത്രയും സമയം മാത്രമേ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ തിയറി എഴുതുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് വാരി വലിച്ച് എഴുതാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സാമിന് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ മക്കളെ, ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് നമ്മളെ ചാനലിൽ നോക്കുകയാണെങ്കിൽ പബ്ലിക് ലൈവ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് 1 ഷോട്ട് റിവിഷൻ ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ലൈവ് ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടന്റ്സും അപ്ഡേറ്റ്സും എല്ലാം ഈ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അധികം ടൈമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.